അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജിലെ രാപ്പകലുകളിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് എന്നതിൽ റബ്ബുൽ ആലമീനെ എത്ര സ്തുതിച്ചാലും മതിയാവും. മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എനിക്ക് എന്നെ റബ്ബ് എന്ത് തന്നാലും ഗുണമാണെന്നുള്ള ബോധ്യത്തിലാകണം നമ്മുടെ ഹംദ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കള്, നമ്മുടെ പൊന്നു മക്കള് നമ്മുടെ അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കാണ്. അല്ലേ? പലപ്പോഴും മക്കൾ നമുക്ക് അനുഗ്രഹമാണ്, ചിലപ്പോൾ പരീക്ഷണമാണ്. പല രീതിയിൽ മക്കളെ കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നവരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മുടെ മക്കളെ കുറിച്ച്, അല്ലേ? മക്കളെ കുറിച്ച് സ്വപ്നം കാണാത്ത എത്ര മാതാപിതാക്കളുള്ളത്? വളരെ കുറവാണ്. എല്ലാവർക്കും സ്വപ്നമുണ്ട്. പക്ഷെ ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാറുണ്ടോ? കഴിഞ്ഞ ദിവസം പോലും ഒരു സഹോദരി വിളിച്ച് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, ഉസ്താദേ, എന്റെ മകള് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പയ്യനെ പ്രണയിച്ചു നിൽക്കുകയാണ്, അവര് ചാടിപ്പോകുമെന്ന ഒരു ഭയത്തിലാണ് ഞാനുള്ളത്, എനിക്ക് ഉറക്കല്ല. ഞാൻ എപ്പോഴും അവരുടെ റൂമിന്റെ വാതിൽക്കൽ പോയി നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ കിടപ്പറയിൽ അവളോടൊപ്പം പോയി കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് എനിക്കുള്ളത്. വല്ലാത്ത പേടിയിലാണ് ഉസ്താദേ. അവളെ കോളേജിലേക്ക് പറഞ്ഞയക്കാൻ പേടിയാണ്, അവളെ ഒറ്റക്ക് വിടാൻ പേടിയാണ്, അവളൊന്ന് റൂമിന്റെ അകത്തിരിക്കുമ്പോ ഫോൺ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുമ്പോ നെഞ്ചിങ്ങനെ നീറാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ സങ്കടങ്ങൾ പറയുന്ന മാതാപിതാക്കൾ, മക്കളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, യാ റബ്ബന, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ തമ്പുരാനെ. മക്കള് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ. നമ്മുടെ സന്താനങ്ങൾ സ്വാലിഹീങ്ങളാകാനായിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നമ്മൾ നന്നാകണം എന്നുള്ളതാണ്. നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നുണ്ടല്ലേ ഖുർആൻ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. പടച്ചോനെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. അവര് നിമിത്തം എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കണം, അല്ലാതെ വേദനയല്ല ഉണ്ടാകേണ്ടതല്ലേ. എന്നിട്ട് പറയുന്നുണ്ട് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആദ്യം ഞങ്ങളെ നന്നാക്കണേ എന്നാണ്. ആരെ? മാതാപിതാക്കളായ ഞങ്ങളെ. നമ്മൾ നന്നായാല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കൾ നന്നാവും. നമ്മുടെ മക്കൾ വഴികേടിലാവൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നു മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഏതായാലും ആ പ്രാർത്ഥന ഒരു 11 തവണ മനസ്സറിഞ്ഞ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നു മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആ മക്കൾ നിമിത്തം നാണം കെടുന്നൊരവസ്ഥ നീ നൽകല്ലേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ലഭിക്കാനും ഉള്ള മക്കൾ സ്വാലിഹീങ്ങളാകാനും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കല്യാണം കഴിയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം, അല്ലേ? കല്യാണം കഴിയാത്ത അല്ലെങ്കിൽ കല്യാണം നോക്കുന്ന ഒരുപാട് സഹോദരിമാർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, സഹോദരന്മാർ കേൾക്കുന്നുണ്ട്.
അപ്പൊ നമുക്ക് ധാരാളം അള്ളാഹുവിലേക്ക് കയ്യേറി ചോദിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പടച്ചോനെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ എന്നാണ്. ആണായാലും പെണ്ണായാലും മക്കള് സ്വാലിഹായ മതി. ചിലര് ആൺകുട്ടി ഇല്ലാത്ത സങ്കടത്തിലാണ്, ചിലര് പെൺകുട്ടി ഇല്ലാത്ത സങ്കടത്തിലാണ്. ആണായാലും പെണ്ണായാലും സ്വാലിഹാകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി നോക്കിയേ. സ്വാലിഹാകണം. ആണായി ഉമ്മാനെയും വാപ്പാനെയും ചവിട്ടിക്കൂട്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ പെണ്ണായി ഇട്ടുണ്ടു പോകുന്നൊരവസ്ഥ, ഇതൊന്നല്ല നമുക്ക് വേണ്ടത്. ആണായാലും പെണ്ണായാലും സ്വാലിഹാകണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, 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 റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. അതുപോലെ ഒരുപാട് കുട്ടികൾ കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ ഒരുപാട് കുട്ടികൾ, ഇല്ലേ? നമ്മള് കുഞ്ഞു മക്കളെയൊക്കെ യാത്രയാക്കുമ്പോൾ, പുറത്തേക്കൊക്കെ ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുമ്പോൾ കണ്ണേറ് ബാധിച്ചു എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ കണ്ണേറ് ബാധിക്കാതിരിക്കാനൊക്കെ നമ്മൾ അവർക്ക് മന്ത്രിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മളും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാന്റെ മുഴുവൻ കലിമത്തുകൾ കൊണ്ടും അള്ളാഹിനോട് കാവൽ തേടാണ് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, അല്ലെ? കണ്ണേറും സിഹറും ഒക്കെ ബാത്തിലാകാൻ മനസ്സറിഞ്ഞ് നമുക്കും നമ്മുടെ മക്കൾക്കുള്ള എല്ലാ കണ്ണേറും പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടി 11 തവണ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, أعوذ بكلمات الله التامات من شر ما خلق، 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 أعوذ بكلمات الله التامات من شر ما خلق. യാ റബ്ബനാ, ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും വന്നു ഭവിച്ചിട്ടുള്ള എല്ലാ ശർറുകളും, എല്ലാ സിഹറുകളും, കണ്ണേറുകളും നീ ബാത്തിലാക്കണേ റഹ്മാനേ. അതുപോലെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതിയിലേക്ക് പലരും ഹദിയകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. സമാധാനവും സന്തോഷവും നീ പ്രദാനം ചെയ്യണേ ചമ്പുരാനേ. പടച്ചോന്റെ കൂട്ടുണ്ടാവണോ, അല്ലേ? നമ്മളെപ്പോഴും ഹസ്ബി റബ്ബി ചൊല്ലാറുണ്ട്. മനസ്സറിഞ്ഞ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا 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 الله നീയല്ലാതൊരു തുണയില്ല അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ അദ്കാറുകളുടെ ഒക്കെ ബർക്കത്തുകൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് മുറാദുകൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് മുറാദുകൾ അത് ടൈപ്പ് ചെയ്യാൻ പോലും അറിയാത്ത ഒരുപാട് ഉമ്മമാരുപ്പമാരൊക്കെ ഉണ്ട്. അല്ലാഹു എല്ലാവരുടെയും കൽബറിയുന്നവനാണ്, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. നാളെ മുതൽ നമ്മുടെ മസാഉൽ ഖൈർ എന്ന സദസ്സ് കൃത്യമായി രാത്രിയിൽ നടക്കും 7:15. അത് ഓരോ വിഷയങ്ങൾ ഇനിയിപ്പോൾ സ്വഭാവലേറ് പോലെ തന്നെ ഓരോ വിഷയങ്ങളെ കുറിച്ചുള്ള ഇൽമുകൾ പഠിച്ചിട്ട് അതിനുശേഷം രാത്രിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അങ്ങനെ അതായത് ഇൽമും കൂടെ കിട്ടുന്ന ഒരു സദസ്സാകുമ്പോൾ അതിന് ഉത്തരം കിട്ടാൻ സാധ്യതയേറാണ്. അപ്പോൾ നാളെ മുതൽ നമുക്ക് അങ്ങനെ ആക്കണം. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്പം മദ്ഹ് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ഇറക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമാറാകട്ടെ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാം അറിയുന്ന നാഥനായ റബ്ബ്, ഈ സദസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, പിന്നണി പ്രവർത്തകർ, എല്ലാവരെയും റബ്ബുൽ ആലമീനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയണോട്ടോ. ചെറിയൊരു ദുആയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ, സ്വലാത്തുകൾ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഏതു മുറാദുകളാണോ ഞങ്ങളുടെ കൽവിലുള്ളത് ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. മനസ്സമാധാനം തരണേ അല്ലാഹ്. ഖായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. യാ റബ്ബന, അസുഖബാധിതർക്ക് ശിഫ തരണേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലുള്ള മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കണേ അല്ലാഹ്. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാഹ്. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളോട് അദബുള്ളവരാക്കണേ അല്ലാഹ്. അദബുള്ളവരാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമക്കളിൽ നിന്ന് നാണം കെടുന്നൊരവസ്ഥ നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കൾ നിമിത്തം ജനമധ്യത്തിൽ നാണം കെടുന്നൊരവസ്ഥ തരല്ലേ അല്ലാഹ്. അഭിമാനം നൽകണേ അല്ലാഹ്. അപമാനത്തിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ശോഭനമായ ഭാവി കൊടുക്കണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ഖൈർ നൽകണേ അല്ലാഹ്. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജയിലിലകപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആസ്മ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ തമ്പുരാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കൊരാളില്ല അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് മുത്ത് റസൂലുള്ളാഹിന്റെ സ്നേഹം തരണയല്ല, തിരുനോട്ടം തരണയല്ല, അവിടത്തോടുള്ള അതിരറ്റ മഹബ്ബത്ത് നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല, മർഹമത്ത് നൽകണയല്ല. ഖബറിടം പ്രകാശിപ്പിക്കണയല്ല, പ്രകാശപൂരിതമാക്കണയല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. കൈവെടിയല്ലേ അല്ല, കൈവെടിയല്ലേ അല്ല. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ പെടുത്തല്ലേ അല്ല. പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.